ഭരണഘടനയുടെ അനുച്ഛേദം 124 നോക്കുകുത്തിയാക്കി രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നതിനെ തുറന്നുകാട്ടാനും പ്രതിഷേധമുയർത്താനും ജനാധിപത്യ വിശ്വാസികളായ എല്ലാവരും തയ്യാറാകണം. അതോടൊപ്പം ഇത്തരമൊരു തെറ്റായ ഇടപെടലിന് പിന്നിലെ ചേതോവികാരം എന്താണ് എന്ന് കേന്ദ്ര ഭരണകക്ഷി വ്യക്തമാക്കണം. അതിൻ്റെ കൂടെ തന്നെ ഇത്തരമൊരു തെറ്റായ ഇടപെടലിന് എന്തിനാണ് വഴങ്ങിയത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ രണ്ട് കാര്യങ്ങൾ മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന്, വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ UDF തയ്യാറില്ല. പ്രതിപക്ഷ നേതാവ് ആ കാര്യം വ്യക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനർത്ഥം RSSന്റെ സഹായം UDF പ്രതീക്ഷിക്കുന്നുവെന്ന് തന്നെയാണ്. ഇതോടൊപ്പമുണ്ടായ മറ്റൊരു പ്രത്യേകത, കേരളത്തിലെ ജനങ്ങളുടെ അന്നം മുടക്കാൻ ഒരു മടിയുമില്ലാത്ത മാനസികാവസ്ഥ പ്രതിപക്ഷം ഇപ്പോഴും തുടരുന്നു എന്നതാണ്. പ്രളയകാലത്ത് കേരളത്തിനുള്ള സഹായം മുടക്കാൻ BJPയോടൊപ്പമായിരുന്നു കോൺഗ്രസ് നാട്ടിലറിയാവുന്നതാണ്. ഇപ്പോൾ ഭക്ഷ്യക്കിറ്റ്, ക്ഷേമ പെൻഷൻ ഇതൊക്കെയാണ് മുടക്കാൻ ശ്രമിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഇന്നലെ പരസ്യമായി ഉന്നയിച്ച ഒരു ആക്ഷേപം, വിഷുക്കിറ്റും ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ തുകയും ഏപ്രിൽ 6 മുൻപ് നൽകാനുള്ള തീരുമാനം പരാജയ ഭീതി കൊണ്ടാണ്. ഇതാണ് അദ്ദേഹം ഇന്നലെ ഉന്നയിച്ച ആക്ഷേപം. സ്കൂൾ കുട്ടികൾക്കുള്ള അരി വിതരണം തടയണമെന്നും കൂട്ടത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ മൊത്തത്തിൽ ജനങ്ങളുടെ അന്നം മുടക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതിനായി പരാതി കൊടുക്കുമെന്നും പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന് എന്താണ് പറ്റിയത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. തലകാല ബോധം നഷ്ടപ്പെട്ടുവെന്ന് പലരും കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഇപ്പം ഏപ്രിലിൽ നൽകുന്ന ഭക്ഷ്യക്കിറ്റ് വിഷുക്കിറ്റ് മാത്രമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് എന്താണ് പ്രസ്താവിച്ചത്? ആരാണ് അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞത്? ഈസ്റ്റർ ഏപ്രിൽ 4-നാണ്. അത് അദ്ദേഹം മറന്നുപോയതാണ്. ഏപ്രിൽ 14-ന് വിഷുവാണ്. പക്ഷേ റംസാൻ വ്രതാരംഭവും ഈ ഘട്ടത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഇത്തരമൊരു കാലത്ത് ജനങ്ങൾ ക്ഷേമ പെൻഷനും മറ്റ് സഹായങ്ങളുമില്ലാതെ കഷ്ടപ്പെടണം എന്ന് ശപിക്കാൻ മാത്രം എങ്ങനെ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തിനും കഴിയുന്നുവെന്നാണ് ആലോചിക്കേണ്ടത്. ഇവിടെ LDF സർക്കാർ പെൻഷനും കിറ്റും നൽകുന്നത് തൽക്കാലം കുറച്ച് വോട്ട് പോരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടല്ല.
നാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള നയത്തിൻ്റെ ഭാഗമായാണ് ഇത്തരം കാര്യങ്ങൾ നൽകുന്നത്. ഇത് നമ്മൾ കാണേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് കൊണ്ടുപോയി തീരുമാനിച്ചതല്ല. ഇത്തരത്തിലുള്ള ആശ്വാസ നടപടി തകർക്കാനും ജനങ്ങൾ നശിച്ചാലും വേണ്ടില്ല, ഇടതുപക്ഷ ലേശം വിഷമിച്ചാൽ മതി എന്ന ഒരു ദുഷ്ടചിന്ത, അതിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ആരോപണമെന്ന് നമ്മൾ കാണണം. കൃത്യമായി ഇത് മുടക്കാനുള്ളൊരു ഇടപെടലാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് ഇത്തരമൊരു നില പ്രഖ്യാപിക്കാൻ കഴിയുന്നത്? എല്ലാ വിഭാഗം ആളുകൾക്കും ഉപകരിക്കുന്നൊരു കാര്യമാണത്. നേരത്തെ പറഞ്ഞ BJP വോട്ട് വേണ്ട എന്ന് പറയില്ല എന്ന് അദ്ദേഹം പ്രസ്താവിച്ചത് കേരളം ഇപ്പോൾ പൊതുവെ ധരിച്ചു വെച്ചിട്ടുള്ള ആ ഡീൽ, ഇത്തവണത്തെ ഡീൽ ഉറപ്പിച്ചു എന്നതിൻ്റെ സ്ഥിരീകരണമാണ്. LDFൻ്റെ സിറ്റിംഗ് സീറ്റായ 3 സീറ്റുകളിലെ BJP സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയതിന് പിന്നിലുള്ള രഹസ്യവും ഈ ഒത്തുകളി തന്നെയാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്കിതൊരു മറയില്ലല്ലോ. ഞങ്ങൾക്ക് ഒരു വർഗീയ ശക്തിയുടെയും സഹായം വേണ്ട തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്ന് വ്യക്തതയോടെ ഞങ്ങൾ പറയുകയാണ്. ഏത് വർഗീയതയായാലും വർഗീയതയോട് ഇടതുപക്ഷത്തിനും LDFനും ഒരു സന്ധിയുമില്ല. അത് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നു. എന്നാൽ 4 വോട്ടിനു വേണ്ടി അത്തരമൊരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ നാടിനെ BJP കടിയറ വെക്കാനുള്ള നീക്കങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. BJP അടുത്ത നാളുകളിലായിട്ട് പൗരത്വ നിയമം അടക്കമുള്ള കാര്യങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കാണാം എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ കേരളത്തിൽ വന്ന് പറയുന്നതും കേട്ടു. അസം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പ്രകടന പത്രിക പുറത്തിറക്കി BJP അധ്യക്ഷൻ സൂചിപ്പിച്ചത്, അസാമിൻ്റെ അല്ല ദേശീയ അധ്യക്ഷൻ സൂചിപ്പിച്ചത് പൗരത്വ നിയമം നടപ്പാക്കും എന്ന് തന്നെയാണ്. ദേശീയ പൗരത്വ രജിസ്റ്റർ പുതുക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുമുണ്ട്. പടിഞ്ഞാറൻ ബംഗാളിലെ പ്രകടന പത്രികയിൽ BJP പറയുന്നത് തങ്ങൾ ജയിച്ചാൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ CAA നടപ്പാക്കാൻ തീരുമാനമെടുക്കുമെന്നാണ്. അപ്പോൾ പൗരത്വ ഭേദഗതി നിയമവുമായും അതിൻ്റെ ഭാഗം തന്നെയായ ദേശീയ പൗരത്വ രജിസ്റ്ററുമായും മുന്നോട്ട് പോകുമെന്നാണ് സംഘപരിവാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ
പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് നേരത്തെ തന്നെ LDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ പൗരന്മാരും സമന്മാരാണ്. പൗരന്മാരെ തരംതിരിക്കുക, ചിലർക്ക് താമസിക്കാൻ തടവറകൾ പണിയുക, ഇതാണ് RSSന്റെ അജണ്ട. അത് കേരളത്തിൽ ഏതായാലും ചെലവാകാൻ പോകുന്നില്ല. ഞങ്ങൾ പല ഘട്ടത്തിൽ വ്യക്തമാക്കിയതാണ്. കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്തുകൊണ്ടാണ് അത്തരമൊരു ഉറച്ച നിലപാടെടുക്കാൻ കഴിയാത്തത്? പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ച കനത്ത ആഘാതമാണ്. മതം പൗരത്വത്തിൻ്റെ അടിസ്ഥാനമാകരുത്. ഇതാണ് മതനിരപേക്ഷതയുടെ ആണിക്കല്ല്. അതിനിറക്കം തട്ടിയാൽ തകരുന്നത് മതനിരപേക്ഷതയും ജനാധിപത്യ വ്യവസ്ഥയുമാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷവും കേരളത്തിലെ LDF സർക്കാരും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു വരുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 131 പ്രകാരം ഈ ഭേദഗതിക്കെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപായാലും പിൻപായാലും ഞങ്ങൾക്കൊരേ വാക്കാണ്. ഇത് BJP നേതൃത്വം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരു കരിനിയമത്തിനും വഴങ്ങിക്കൊടുക്കാൻ LDF ഉദ്ദേശിച്ചിട്ടുമില്ല. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഉണ്ടാകുന്ന അനുഭവം ഞാൻ വിവരിച്ചിരുന്നു. മാർച്ച് 17-നാണ് തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചത്. ഇത് കൊല്ലത്തെത്തുമ്പോൾ 10ാമത്തെ ജില്ലയായി. തീരദേശത്തും മലയോരത്തും ഒരുപോലെ ജനങ്ങൾ LDFനോട് ആഭിമുഖ്യം പുലർത്തുകയാണ്. എന്നാൽ ഇതിനിടയ്ക്ക് LDFൻ്റെ ജനകീയ അടിത്തറ തകർക്കാനാകുമോ എന്ന് നോക്കിക്കൊണ്ടുള്ള പല ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. എന്നാൽ അതൊന്നും സമൂഹം മുഖവിലക്കെടുക്കുന്നില്ല. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആസൂത്രിതമായ ശ്രമമുണ്ടായി. തീരദേശത്ത് LDFനേക്കാൾ LDFന് തീരദേശ മേഖലയിലുള്ള സ്വാധീനം കണ്ട് അത് എങ്ങനെ തിരിച്ചു പിടിക്കാനാകും, എങ്ങനെ ഇല്ലാതാക്കാനാകും, ഇതാണ് UDF ആലോചിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ അനുഭവം ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ LDFനുള്ള ജനപിന്തുണ വർദ്ധിക്കുന്നു എന്നതാണ്. ഇത് LDF സർക്കാർ ജനങ്ങളുടെ ജീവിതത്തോടാകെ ചേർന്ന് നിന്നു എന്ന ബോധ്യം ജനങ്ങൾക്കുള്ളത് കൊണ്ടുകൂടിയാണ്. ഇപ്പോൾ തീരദേശ വികസനത്തിന് 5000 കോടി രൂപയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീരസംരക്ഷണം, പുനരധിവാസം, ഹാർബർ, മാർക്കറ്റ് നവീകരണം, പാർപ്പിടം,
വിദ്യാഭ്യാസ ആരോഗ്യ നവീകരണം, ഇതൊക്കെയാണ് ഈ പാക്കേജിലുള്ളത്. ഓരോ വർഷവും നടപ്പാക്കേണ്ട കാര്യങ്ങൾ, നടപ്പാക്കിയ കാര്യങ്ങൾ പ്രത്യേക അവലോകന റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിക്കും. പാക്കേജ് സമയബന്ധിതമായി പൂർത്തീകരിക്കും. ഇത് പ്രകടന പത്രികയിൽ തന്നെ LDF നൽകിയിട്ടുള്ള പ്രധാന ഉറപ്പുകളിലൊന്നാണ്. അതോടൊപ്പം കടൽ ഭിത്തി നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ വിപുലപ്പെടുത്തും. തീരപ്രദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതായത് എപ്പോഴും വീട് കടലാക്രമണ ഭീഷണിയിൽപ്പെടുകയാണ്. അപ്പോൾ അവരുടെ താല്പര്യമനുസരിച്ച് അനുയോജ്യമായ സുരക്ഷിത മേഖലയിലേക്ക് മാറാം. അപ്പോൾ സ്ഥലവും വീടും വേണ്ടി വരും. സ്ഥലം എടുക്കണം, വീട് എടുക്കണം. അപ്പം അത്തരമൊരു സാഹചര്യം മനസ്സിലാക്കി 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. ഈ പുനർഗേഹം സ്കീം സമയബന്ധിതമായി തന്നെ നടപ്പാക്കും. നിലവിലുള്ള ഫിഷിംഗ് ഹാർബറുകളുടെ നിർമ്മാണം അതിവേഗം പൂർത്തീകരിക്കും. ഫിഷിംഗ് ഹാർബറുകളുടെ പരിപാലനത്തിന് മത്സ്യത്തൊഴിലാളികൾക്ക് കൂടി പങ്കാളിത്തമുള്ള ഹാർബർ മാനേജ്മെൻറ്റ് സൊസൈറ്റികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇവയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തും. ഫിഷിംഗ് ഹാർബറുകളിൽ ശീതീകരിച്ച സ്റ്റോറേജ് സൗകര്യം, മാർക്കറ്റിംഗ് സൗകര്യം എല്ലാം ഒരുക്കും. അതോടൊപ്പം തീരദേശ ഹൈവേ അത് പൂർത്തീകരിക്കും. ഇട റോഡുകൾക്ക് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് കൈകാര്യം ചെയ്ത് അവർക്ക് കൂടുതൽ പണം അനുവദിക്കും. മത്സ്യ മാർക്കറ്റുകൾ സ്ത്രീ സൗഹൃദമാക്കാനും മത്സ്യ വിപണന സംസ്കരണ മേഖലകളിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകൾ നേരിടുന്ന ചൂഷണം അവസാനിപ്പിക്കുകയും ചെയ്യും. മത്സ്യ മാർക്കറ്റുകൾ നവീകരിക്കുന്നതിന് കിഫ്ബി പിന്തുണയോടെ ഒരു സ്കീമിന് രൂപം നൽകും. മത്സ്യ മാർക്കറ്റുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള മാർക്കറ്റുകൾ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം സമയബന്ധിതമായി നടപ്പാക്കാനും ഉദ്ദേശിക്കുകയാണ്. അപകടം നിറഞ്ഞ സാഹചര്യങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് എല്ലാ മത്സ്യബന്ധന ബോട്ടുകളും ഒരു ഉപഗ്രഹ ശൃംഖലയുമായി ബന്ധിപ്പിച്ച് നിരീക്ഷണ നെറ്റ്വർക്ക് ഫലപ്രദമാക്കും. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ വെള്ളപ്പൊക്കത്തിലും മറ്റ് ദുരന്തങ്ങളിലും നൽകിയ സേവനങ്ങൾ ലോകമാകെ പ്രശംസിച്ചിട്ടുള്ളതാണ്. ഒരു പ്രത്യേക റെസ്ക്യൂ ടീം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാക്കാൻ ആലോചിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുന്ന ഒരു പുതിയ പാർട്ട് ടൈം റെസ്ക്യൂ വിഭാഗം സൃഷ്ടിക്കും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും സഹായിക്കാൻ തയ്യാറുള്ളതും ശരിയായ പദവി ചിഹ്നത്താൽ അലങ്കരിക്കപ്പെട്ടതുമായ കടലിൻ്റെ സൈനികരായിരിക്കും ഇത്. അങ്ങനത്തെ കടലിൻ്റെ സൈനികർ നമുക്കുണ്ടാകും. ജീവൻ നഷ്ടപ്പെടുന്ന നിർഭാഗ്യകരമായ അവസരത്തിൽ
എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരമായി ഇൻഷുറൻസ് അടക്കം 20 ലക്ഷം രൂപ നൽകും. അതിനോടൊപ്പം ബിരുദാനന്തര ബിരുദം വരെ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായി ഏറ്റെടുക്കും. മത്സ്യമേഖലയിലെ പാർപ്പിട പ്രശ്നം പരിഹരിക്കുന്നതിന് എല്ലാവർക്കും വീട്, സാനിറ്ററി കക്കൂസ് സൗകര്യങ്ങൾ, കുടിവെള്ളം, വൈദ്യുതി, ആരോഗ്യകരമായ പരിസരം ഇവയെല്ലാം ഉറപ്പുവരുത്തുന്നതിന് സമഗ്രമായ തീരദേശ പാർപ്പിട പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കും. മത്സ്യഗ്രാമത്തിൽ ഉണ്ടാകേണ്ട മിനിമം സൗകര്യങ്ങളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കും. അതുണ്ട് എന്ന് ഉറപ്പുവരുത്തും. മാതൃകാ മത്സ്യഗ്രാമ പദ്ധതി ഇതിൻ്റെ ഭാഗമായി പുനരാവിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികളെ കടബാധ്യതയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കടാശ്വാസ കമ്മീഷന്റെ കാലാവധി നീട്ടുന്നതടക്കമുള്ള നിരവധി കാര്യങ്ങൾ തീരമേഖലക്കും തീരദേശത്തെ ജനങ്ങൾക്കുമായി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രകടന പത്രിക അതെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. തീരദേശ ജനത LDF-നോട് കാണിക്കുന്ന ആഭിമുഖ്യം, ഈ കാര്യങ്ങൾ പലതും നടപ്പിലാക്കിയതിൻ്റെ കൂടി അനുഭവമാണ്. ഇത് കൂടുതൽ ശക്തമായ നിലയിൽ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ഫിഷറീസ് വകുപ്പിനും സർക്കാരിനുമൊക്കെ എതിരായിട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില ആക്ഷേപങ്ങൾ എല്ലാ ഘട്ടത്തിലും ഉയരുന്നുണ്ട്. പക്ഷേ അത് സമൂഹം സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. സമൂഹത്തിന് ഇതൊന്നും ബോധ്യമാകുന്നില്ല. ഈ സർക്കാർ ചെയ്ത കാര്യങ്ങൾ അതിൽ പൂർണ്ണ തൃപ്തരാണ്. അവർ അത്തരം കാര്യങ്ങൾക്ക് പിന്തുണ നൽകുകയാണ്. ഇനിയും ഇതേ നിലയിൽ സർക്കാർ തുറന്ന നടപടികൾ സ്വീകരിക്കണം എന്നാണ് അവരാഗ്രഹിക്കുന്നത്. അത് ഇറക്കുന്നവർ ആലോചിക്കേണ്ട കാര്യമല്ലേ. അത് സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇന്നത്തെ കാലത്ത് ഭരണത്തെയും ഗവൺമെൻറ്റിനെയും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരെയും ആക്ഷേപിക്കാൻ പല ഇല്ലാ കഥകളും വിളിച്ചു പറയാറുണ്ട്. അത് നാട് ആ തരത്തിൽ സ്വീകരിക്കുന്നില്ല. അങ്ങനെയുള്ള പ്രചരണങ്ങൾ വരുമ്പോൾ അപ്പം തന്നെ തള്ളിക്കളയുന്ന സമീപനമാണ് നാട് സ്വീകരിക്കുന്നത്. അത്തരം പ്രചരണങ്ങൾ ഏറ്റെടുക്കുന്ന നില രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറത്ത് വരുമ്പോൾ അവരുടെ ആധികാരികതയും വിശ്വാസ്യതയും അത് ചോദ്യം ചെയ്യപ്പെടുന്ന നിലയുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട പ്രശ്നത്തിൽ ഈ ഉന്നയിച്ചവരുടെ ബോധ്യത്തിലുള്ള കാര്യങ്ങളല്ല, നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ നേതാവും കൂട്ടരും സർക്കാരിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതാണ് ഉന്നയിക്കപ്പെട്ടത് എന്നത് അതങ്ങനെ വേണ്ടിയിരുന്നോ എന്ന് അവരാലോചിക്കേണ്ട കാര്യമാണ്. അല്ല, ഞാനത് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എല്ലാ ഘട്ടത്തിലും ഈ KSIC-യുടെ MD ആയിരുന്ന പ്രശാന്ത് മാത്രമാണ്, ആ ഉദ്യോഗസ്ഥൻ മാത്രമാണ് തെറ്റുകാരെന്നാണ് അങ്ങടക്കമുള്ളവർ വിശദീകരിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ പുറത്തുവരുന്ന രേഖകളിൽ ഇതിന്റെ എല്ലാ ഘട്ടത്തിലും അങ്ങയുടെ ഓഫീസിൽ അങ്ങയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നെന്നും ഇതിന്റെ
കരാർ ഒപ്പിടുന്ന ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി തന്നെ എത്തിയേക്കുമെന്ന ഫയൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അത് സർക്കാരിന്റെ നേട്ടമായി തന്നെ അവതരിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം പോയിരുന്നെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് PRT അങ്ങനെ ഒരു റിലീസ് ഇറക്കിയതിനുള്ള രേഖകൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് അതിന് അങ്ങയുടെ വിശദീകരണം? ഇത് ഭയങ്കര കാര്യമല്ലേ ഇപ്പോൾ വന്നത്. എല്ലാറ്റിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പെടുത്താൻ നോക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ ഒരു ഗൂഢാലോചന അരങ്ങേറിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അന്വേഷണം നടക്കുന്നതുകൊണ്ട് ആ അന്വേഷണത്തെ സ്വാധീനിക്കുമാറുള്ള വിവരങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഇന്നത്തെ കാലത്ത് ഒന്നും അത്ര രഹസ്യമല്ല. ഇതിൻ്റെ തുടക്കം അത് തന്നെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തുടങ്ങിയതാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളി രംഗം, തീരദേശം വലിയ തോതിൽ സർക്കാർ നടപടികളെ അനുകൂലിക്കുന്നു. ഇത് തങ്ങൾക്കുള്ള ഒരു വോട്ട് ബാങ്കിൻ്റെ നില നഷ്ടപ്പെട്ടു പോവുകയാണോ എന്ന ആശങ്ക ഒരു കൂട്ടർക്ക് ഉണ്ടാക്കുന്നു. ഇതെങ്ങനെ തിരിച്ചു പിടിക്കാം? അതിൽ മത്സ്യത്തൊഴിലാളികൾ നല്ല നിലക്ക് വികാരപരമായി ചിന്തിക്കുന്നവരാണ്. പല പ്രശ്നങ്ങളിൽ അവരുടെ ജീവിത പ്രശ്നമാണ് കടലുമായി ബന്ധപ്പെട്ട പ്രശ്നം. അപ്പോൾ മത്സ്യത്തൊഴിലുമായി ബന്ധപ്പെട്ട്, കടലിലിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട്, കടലിൻ്റെ അവകാശവുമായി ബന്ധപ്പെട്ട് സർക്കാർ തെറ്റായ നടപടികൾ സ്വീകരിക്കുന്നു എന്നൊരു ബോധ്യം അവരിലുണ്ടാക്കിയാൽ അവരിലാകെ വലിയ വികാരം വരും. ഇതിനു വേണ്ടിയുള്ളൊരു ഗൂഢാലോചന ആദ്യമേ അരങ്ങേറിയിട്ടുണ്ട്. അതിൽ സാധാരണ ഇവിടെ പല കാര്യങ്ങളിലും, ഇതുപോലത്തെ കാര്യങ്ങളിലല്ല, മറ്റു പല കാര്യങ്ങളിലും ഇടപെടുന്ന ദല്ലാളെന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മഹാനടക്കം ഇടപെട്ടു എന്നാണ് കേൾക്കുന്നത്. ഇങ്ങനെയാണ് ഇവരൊരു ഗൂഢപദ്ധതി തയ്യാറാക്കി അതുമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു ഘട്ടത്തിൽ അവർ വലിയ തോതിലുള്ള എന്തോ നടത്താൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ നോക്കുക. അത് ഈ വിദേശത്തുള്ള മലയാളികളിൽ നല്ല രീതിയിൽ വ്യവസായം നടന്നവരുണ്ട്, അവരധ്വാനിച്ച് പണം സമ്പാദിച്ചവരുണ്ട്, ഈ അവരുടെ ശ്രമത്തിൻ്റെ ഭാഗമായി അവരുടെ വ്യവസായങ്ങൾ വികസിപ്പിച്ചവരുമുണ്ട്. എന്നാൽ അതല്ലാത്ത ചിലരുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടുകൊണ്ട് ആ തരത്തിലേക്കാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരതിന് കണ്ടെത്തുന്നൊരു മാർഗം തൽക്കാലം ഒരു കോട്ട് വാങ്ങിയിടുക, എന്നിട്ട് ആ കോട്ട് വിട്ടുകൊണ്ട് കേരളത്തിൽ വരിക. അപ്പോൾ വിദേശത്തുനിന്ന് വരികയാണ് എന്നൊരു നിലയായി. എന്നിട്ട് ഞങ്ങളൊരു പദ്ധതിയുമായിട്ട് വരികയാണ് എന്ന് ഗവൺമെൻറ്റിനൊക്കെ കണ്ടു പറയുക. അങ്ങനെയുള്ളവർ വന്നാൽ സാധാരണ ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ബന്ധപ്പെട്ട സെക്രട്ടറിമാരെ കാണ്, അവരുമായിട്ട് ചർച്ച ചെയ്യും, ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ പരിശോധിക്കണമല്ലോ എന്നാണ്. കാരണം ഇവരാരാണ്, എന്താണ് ഇവരുടെ പിൽക്കാല ചരിത്രം, എന്താണ് ഇവർക്ക് എത്രമാത്രം കഴിവുണ്ട്, ഇതൊന്നുമില്ല. വന്ന് നേരെ ഒരു പദ്ധതി അങ്ങ് അവതരിപ്പിക്കുന്ന നിലയാണ് ഉണ്ടാകുക. അങ്ങനെയുള്ള ഒരു കൂട്ടരാണ് ഇവർ എന്നാണ് തോന്നുന്നത്. അവരുടെ സാമ്പത്തിക ശേഷിയൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അവർക്ക് ഈ ആഴക്കടലും ഈ പഴയ മറ്റ് ഒരുപാട് യാനങ്ങളും ഒക്കെ നിർമ്മിക്കാനുള്ള ശേഷി എത്രത്തോളാണെന്ന് ഉള്ളതൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കുറേ ആളുകൾ ഇതിൻ്റെ ഭാഗമായി ഗൂഢാലോചനയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ പങ്കുവഹിച്ച ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെയുള്ളയാളും നേരത്തെ ഉള്ളയാളും എല്ലാമുണ്ട്. അവരെല്ലാം കൂടി പങ്കുവഹിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടന്നത്. ഈ പറയുന്ന മഹാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെടുന്നതിൽ അയാളിരിക്കുന്ന പദവി വെച്ചിട്ട് ഒരു തെറ്റുമില്ല. സാധാരണഗതിയിൽ ആ പദവി വെച്ച് അദ്ദേഹത്തിന് ബന്ധപ്പെടാം. ഇപ്പോൾ ഒരു സ്ഥാനത്തിരിക്കില്ലേ, ഔദ്യോഗിക സ്ഥാനത്തിരിക്കുകയല്ലേ. ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പ്രത്യേക അപാകതയൊന്നുമില്ല. പക്ഷേ ആ ബന്ധപ്പെട്ട
ഈ പറയുന്ന കാര്യം PRDയെ കൊണ്ട് ചെയ്യിക്കുന്നതിന് അയാൾ അത്രമാത്രം മെനക്കെട്ടിട്ടുണ്ട് നോക്കണം. അതിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി തെളിയേണ്ട കാര്യങ്ങളാണ്. അതിനെ തെളിയും, സ്വാഭാവികമായിട്ട് അന്വേഷണം നടക്കുകയാണല്ലോ. അപ്പോൾ അത് പുറത്തു വരും. അതോടൊപ്പം തന്നെ ഈ കാര്യം ഈ പറയുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഇതൊന്നും അറിയാൻ സാധ്യതയില്ല. അദ്ദേഹത്തെ ഈ മഹാൻ അറിയിക്കുകയാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടൊരു മെസ്സേജ് കിട്ടിയാൽ ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുമല്ലോ, ഒരു മറുപടി കൊടുക്കുമല്ലോ. അതാണ് ഈ പറയുന്ന രേഖ എന്ന് പറയുന്നത്. അതുകൊണ്ടൊന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കളങ്കിതമാക്കാനാവില്ല. എന്നാൽ ഗൂഢാലോചനയുടെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു എന്നാണ് ഇതിൻ്റെ എല്ലാം ഭാഗമായി കാണേണ്ടത്. അതിൻ്റെ പരിസമാപ്തിയാണ് ഈ ആഴക്കടലിൽ ഇറങ്ങാനും ഇവിടെ ട്രോളറുകൾ നിർമ്മിക്കാനും ഒക്കെ പുറപ്പെട്ടിട്ട് ഇപ്പോൾ മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരെ മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാരുടെ നാമനിർദ്ദേശത്തോടു കൂടി അവിടെ മത്സരിക്കാൻ തയ്യാറായിട്ടുള്ള ഈ കമ്പനിയുടെ ഉടമ എന്നതും കാണേണ്ടതായിട്ടുണ്ട്. എല്ലാം കൂടിയുള്ള ഒരു ഗൂഢാലോചനയാണിത്. അതെല്ലാം പുറത്തു വരട്ടെ. NSS എപ്പോഴും ഒരു നിലപാട് സ്വീകരിച്ച് പോകാറുണ്ടല്ലോ. അത് അവർ സമദൂരമാണ് പറയാറുള്ളത്. സമദൂരം ചിലപ്പോൾ ഒരു ശരിദൂരവും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ. അല്ല, ഞാനിത് അപ്പോൾ അതിൻ്റെ ഭാഗമായി അവരൊരു പ്രത്യേക നിലപാട് സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത, ഞങ്ങളും NSSഉം എന്തോ ഒരു ശത്രുപക്ഷത്ത് നിൽക്കുന്നവരാണ് എന്ന് വരുത്താനുള്ള ബോധപൂർവമായൊരു ശ്രമം ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്. അത്തരത്തിലൊരു ശത്രുപക്ഷത്ത് നിൽക്കുന്നവരാണ് ഞങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ NSS നേതൃത്വത്തിൻ്റെ പ്രസ്താവനകളെക്കുറിച്ച് ഇന്നലെ ഈ പത്രസമ്മേളനത്തിൽ എന്നോട് ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് അവരുടെ പ്രകോപനം, എന്തിനാണ് നിരന്തരം വിമർശനം? ഇതാണ് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിന് ചിലർ നൽകിയ വാർത്ത NSSനോട് കടുപ്പിച്ച് NSSനെതിരെ പിണറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ ചിലർ നൽകാൻ തയ്യാറായത്. കൂട്ടത്തിൽ അപ്പോൾ NSSൻ്റെ പ്രതിനിധി അങ്ങനെ പറഞ്ഞോ, എന്നാൽ പിന്നെ ഞാൻ പറയാതിരിക്കാൻ പറ്റുമോ എന്ന മട്ടിൽ അദ്ദേഹം രംഗത്ത് വന്നു. സ്വാഭാവികം, അതിലൊന്നും ഞാൻ തെറ്റ് കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം വന്ന് 3 ചോദ്യം സർക്കാരിനോട് ഞങ്ങൾ ചോദിക്കുകയാണ് എന്ന മട്ടിൽ. ഇപ്പോൾ ചോദ്യങ്ങളെ കാലമാണല്ലോ, അദ്ദേഹം മാത്രമല്ലല്ലോ, മറ്റു ചിലരും ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹവും ചില ചോദ്യങ്ങൾ ഇരിക്കട്ടെ എന്നത്. അതിലൊന്ന്, മന്നം ജയന്തി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരമുള്ള അവധിയാക്കാത്തതിനെ കുറിച്ചാണ്. ഇത് സംസ്ഥാന സർക്കാർ ഗൗരവമായി തന്നെ പരിഗണിച്ചതാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സർക്കാർ എന്തോ പരിഗണിച്ചില്ല എന്നാണ്. ഗൗരവമായി പരിഗണിച്ചിട്ടുണ്ട്. കൂടുതൽ ദിവസം അവധി നൽകുന്നതിന് നിയമപരമായ തടസ്സമുണ്ട്. അത് മാറ്റിക്കിട്ടുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. 15 ദിവസത്തിൽ കൂടുതൽ അവധി പാടില്ല, അതുകൊണ്ട് ആവശ്യം അനുവദിക്കാനാവില്ല എന്ന മറുപടിയാണ് റിസർവ് ബാങ്കിൽ നിന്ന് 2018 ഒക്ടോബറിൽ സംസ്ഥാന ഗവൺമെൻറ് ലഭിച്ചത്. ഇതാണ് ആദ്യത്തെ കാര്യം. ഞങ്ങളതിൽ പ്രത്യേകമായി എന്തെങ്കിലും വിരോധപരമായ നിലപാട് സ്വീകരിച്ചതല്ല. രണ്ടാമത്തെ കാര്യം, മുന്നോക്ക സമുദായ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതാണ് സംവരണത്തിനുള്ള ഇക്കാര്യത്തിൽ നമ്മൾ കാണേണ്ടത്. മുന്നോക്ക സമുദായങ്ങളിൽപ്പെട്ടവർക്കുള്ള സംവരണ കാര്യം കേരളത്തിലൊരു പ്രത്യേക രീതിയിൽ നടപ്പാക്കാൻ കഴിയുമെന്ന് വന്നപ്പോൾ ആദ്യം ഈ രാജ്യത്താദ്യമായിട്ട് LDF സർക്കാരാണ് ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ അത് പ്രാവർത്തികമാക്കുന്നത്. അന്ന് ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതിയൊന്നും വന്നിട്ടില്ല. പക്ഷേ പ്രത്യേക സാഹചര്യം വന്നു, അതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുകയാണ് ചെയ്തത്. അതിനിടയാക്കിയത് ഈ പറയുന്ന പരമദരിദ്രാവസ്ഥയിൽ കഴിയുന്ന
വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് ഒരു നിശ്ചിത ശതമാനം സംവരണം കൊടുക്കണമെന്നായിരുന്നു ഞങ്ങൾ നേരത്തെ ഉന്നയിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഞങ്ങൾ ആ നിലപാടിലുള്ള മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും ഉൾപ്പെടുത്തി 2020 ഫെബ്രുവരിയിലാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. അത് കഴിഞ്ഞ് സബോർഡിനേറ്റ് സർവീസ് റൂളിൽ ഭേദഗതി വരുത്തി. നവംബറിൽ മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള 10% സംവരണം നടപ്പാക്കി ഉത്തരവുമായി. PSC 300ഓളം തസ്തികകളിലേക്കുള്ള വിജ്ഞാപനങ്ങളിൽ ഇത് ബാധകമാക്കിയിട്ടുണ്ട്. 9, 19, 29, 39 എന്നിങ്ങനെയുള്ള റൊട്ടേഷനും നിശ്ചയിച്ചിട്ടുണ്ട്. സമുദായങ്ങളുടെ പട്ടിക തയ്യാറായിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് പ്രസിദ്ധീകരിക്കാൻ കഴിയാതിരുന്നത്. അതിനിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് പെരുമാറ്റച്ചട്ടം ബാധകമാകേണ്ടതില്ല, പ്രസിദ്ധീകരിക്കുക. അതിന് തടസ്സമില്ല, തയ്യാറായി നിൽക്കുന്ന കാര്യമാണ്. NSSുമായി ഞങ്ങളൊരിക്കലും NSS എന്നല്ല ഒരു വിഭാഗവുമായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടലിന് സാധാരണ പോകാറില്ല, പോകുന്നുമില്ല. അതാണ് പറയാനുള്ളത്. അദ്ദേഹത്തിന് ഇവിടെ വരുമ്പോൾ ചില ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കണം എന്ന് ഉണ്ട് എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ തവണ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു, ഇപ്പോഴും ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞ ഒരു കാര്യം ഈ സ്വർണം ഡോളർ കടത്ത് കേസുകളെക്കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് സഹിക്കുന്നില്ല എന്നാണ്. അതിലെനിക്ക് പറയാനുള്ളത്, ഈ അസഹിഷ്ണുതയുടേതായ രാഷ്ട്രീയം ഞങ്ങളുടേതല്ല. അനീതിയും അസഹിഷ്ണുതയും അക്രമവും കണ്ടാൽ പേടിച്ച് മിണ്ടാതിരിക്കുന്ന പതിവും ഞങ്ങൾക്കില്ല. ഇതാണ് അതിന് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ, സ്വർണ്ണക്കള്ളക്കടത്തിലെ മുഖ്യപ്രതി താങ്കളുടെ ഓഫീസിലല്ലേ പ്രവർത്തിച്ചിരുന്നത്? 3.5 ലക്ഷം രൂപ ശമ്പളം നൽകിയില്ലേ? പ്രധാന പ്രതി സർക്കാർ ചെലവിൽ യാത്ര നടത്തിയോ? പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രതികൾക്കായി ഫോൺ ചെയ്തോ? കസ്റ്റംസിനു മേൽ സമ്മർദ്ദം ചെലുത്തിയോ? ഇത്രയും നാട് എല്ലാ ഏജൻസികളെയും കൊണ്ടുവന്ന് തലങ്ങും വിലങ്ങും അന്വേഷിച്ചിട്ട് ഒരു ചോദ്യത്തിനും ഉത്തരം കിട്ടിയില്ല എന്ന അദ്ദേഹത്തിൻ്റെ വിഷമം നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാനാവും. കഴിഞ്ഞ തവണ അദ്ദേഹം വന്നപ്പോൾ ഒരു മരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. എന്തേ ഇപ്പോൾ അതിനെപ്പറ്റി മിണ്ടാട്ടമില്ലാത്തത്? അതിനെക്കുറിച്ച് തിരിച്ച് ഞാൻ ചോദിച്ചിരുന്നല്ലോ, ഇപ്പോൾ ഒന്നും പറയുന്നില്ലല്ലോ അതിനെപ്പറ്റി. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നിയന്ത്രിച്ചയാളാണ് അദ്ദേഹം. എല്ലാറ്റിൻ്റെയും അല്ലെങ്കിലും കേന്ദ്ര ആഭ്യന്തര വകുപ്പാണല്ലോ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ആ നിലക്ക് ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. ഇപ്പോൾ സ്വർണം അയച്ചയാളെ കഴിഞ്ഞ 9 മാസമായി പിടികൂടിയോ? സ്വർണ്ണക്കള്ളക്കടത്താണല്ലോ അന്വേഷണം തുടങ്ങിയത്. 9 മാസമായിട്ട് എന്തേ ഈ സ്വർണം അയച്ചയാളെ പിടികൂടാൻ കഴിയാത്തത്? കള്ളക്കടത്ത് സ്വർണം ഇങ്ങോട്ട് വന്നു, ആര് എന്തിന് ഉപയോഗിച്ചു? അത് അന്വേഷണത്തിൽ തെളിഞ്ഞോ? എന്തന്വേഷണമാണ് പിന്നെ നടക്കുന്നത്? ഇതായിരുന്നല്ലോ ഞാൻ ആദ്യമേ എഴുതിയ കത്തിൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. പിന്നെ ദേശം വിഷമമുള്ള കാര്യമാണ്, ഈ സ്വർണം എത്തിയത് RSS ബന്ധമുള്ളവരിലേക്കാണോ? RSSകാരാകെ സ്വർണം കടത്തുന്നവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ ചിലർ ഇതുമായി ബന്ധമുള്ളവരായോ? അവരിലേക്ക് ഈ സ്വർണം എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ UAPA ആണല്ലോ ചുമത്തിയത്. എന്നിട്ടും പ്രതികൾക്ക് വേഗത്തിൽ ജാമ്യം കിട്ടിയല്ലോ. അതെന്തായിരുന്നു? എന്തുകൊണ്ടായിരുന്നു? സ്വർണ്ണക്കള്ളക്കടത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോടൊപ്പം ഇരിക്കുന്ന ആർക്കെങ്കിലും പങ്കുണ്ടോ?
അതൊരു പ്രധാന സംശയമാണ് നമ്മുടെ കേരളത്തിൽ. അതും അദ്ദേഹം വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണ്ണക്കടത്ത് എന്ന് അന്വേഷണ ഏജൻസികളും കേന്ദ്ര സർക്കാരും പറഞ്ഞിട്ടും അങ്ങനെയല്ലെന്ന് താങ്കളുടെ കൂടെ ഇരിക്കുന്ന ഒരു വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞത് അമിത്ഷായുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പ്രതികളെ രക്ഷപ്പെടുത്താനായിരുന്നില്ലേ ഈ വാദം? അത് താങ്കൾക്ക് അറിയാത്തതാണോ? അമിത്ഷാക്ക് അറിയാത്തതാണോ? ഇനി സ്വർണ്ണക്കള്ളക്കടത്തടക്കം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണല്ലോ കസ്റ്റംസ് വിഭാഗം. ആ കസ്റ്റംസ് വിഭാഗത്തിൽ തന്നെ സ്വർണ്ണക്കടത്ത് പ്രതിയായിട്ടുള്ളയാളെ ഈ വിമാനത്താവളത്തിലെ കസ്റ്റംസ് വിഭാഗത്തിൽ നിയമിച്ചത് ആരായിരുന്നു? അത്തരക്കാരെ സംരക്ഷിച്ചത് ആരാണ്? വന്നല്ലോ പുറത്ത് വിവരങ്ങൾ. ഇപ്പോഴും അത് സംബന്ധിച്ചൊന്നും അന്വേഷണം നടക്കുന്നില്ലല്ലോ. എന്താണ് അത്ര താല്പര്യപൂർവ്വം അവരെ സംരക്ഷിക്കേണ്ട കാര്യം? കള്ളക്കടത്തുമായി ബന്ധമുള്ളയാളെ സംരക്ഷിക്കേണ്ട കാര്യം? ഇതിനൊക്കെയുള്ള ഉത്തരം അമിത്ഷായിൽ നിന്ന് സ്വാഭാവികമായും നാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അന്വേഷണ ഏജൻസിക്ക് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തരമന്ത്രി എന്ന നിലക്ക് അതിനെല്ലാം ഉത്തരം പറഞ്ഞിട്ട് മറ്റു ചോദ്യങ്ങൾ ചോദിക്കലാണ് ഭംഗി. നമുക്ക് ഇന്നിവിടെ നിർത്താം, ബാക്കി പിന്നെ ആവാം.